തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അനൂപ് സ്കറിയ. ഞാൻ കോട്ടയം ജില്ലയിലെ താഴ്ത്തുവടകര ലൂർദ് മാതാർ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 12-ാം തീയതിയാണ്. ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കാനിടയായത് കൃപാസനം പത്രം ലഭിച്ചതിലൂടെയാണ്. അമ്മ മാതാവിൻ്റെ ഇങ്ങോട്ടുള്ള ഒരു ക്ഷണനമായിരുന്നു വിശുദ്ധ പത്രം എന്ന് പറയുന്നത്. അതിലൂടെ ഉടമ്പടി ജീവിതം നയിക്കണമെന്ന ഒരു ചിന്തയുണ്ടായി. പിന്നീട് ഇൻസ്റ്റഗ്രാം പോലെയുള്ള മാധ്യമങ്ങളിലൂടെ അമ്മ മാതാവിൻ്റെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വളരെയധികം ആളുകൾ പങ്കുവെക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കാണാനിടയായി. അങ്ങനെ ഓരോ ദിവസവും അമ്മ മാതാവിൻ്റെ അടുക്കിലേക്കുള്ള ഒരു ജനപ്രവാഹം എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ്. അത്രയധികം അമ്മ മാതാവിലെ വിശ്വാസം അർപ്പിച്ചാണ് ഓരോ മക്കളും കടന്നു വരുന്നത്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് അമ്മ മാതാവിലൂടെ ലഭിച്ച അനേകം അനുഗ്രഹങ്ങളുണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഡ്രൈവിങ്ങിൽ വലിയ പ്രാവീണ്യമുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ പപ്പായുമൊത്ത് ഞാൻ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാർ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ആ സമയത്ത് എപ്പോഴും ഞാൻ കാറിൽ പഠിക്കുവാനായിട്ട് കയറുന്ന സമയത്ത് വിശുദ്ധ കാശുരൂപവും അതുപോലെ കാറിനുള്ളിൽ വെഞ്ചരിച്ച അമ്മ മാതാവിൻ്റെ രൂപവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതൊരു കുഴിക്ക് നേരെ വലിയൊരു ആഴമുള്ള ഒരു കയ്യാലക്കുഴിയാണ്. അതിലേക്ക് എൻ്റെ കയ്യിൽ നിന്നും നിയന്ത്രണം വിട്ട് ആ കാറ് അതിലേക്ക് മറിയുവാനായിട്ട് പോയി. മറിയുവാണെങ്കിൽ നല്ല ഒന്നെങ്കിൽ ജീവാപായം അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ ഏൽക്കേണ്ട ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്നും അമ്മ മാതാവ് പെട്ടെന്ന്, ഞാൻ ആ രൂപത്തിൽ നോക്കി അമ്മ മാതാവ് എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ആ ഒരിക്കലും അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പറ്റില്ല. അതുപോലെ വീടിലായിരുന്നു എൻ്റെ ആക്സിലേറ്റർ എല്ലാം ഞാൻ മാക്സിമം ബ്രേക്ക് ആവുന്ന ചവിട്ടി, ആക്സിലേറ്ററൊക്കെ മാക്സിമം ചവിട്ടി പെട്ടെന്ന് ആ കുടിയിലേക്ക് പതിക്കേണ്ട അത് ആ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെറിയൊരു മരത്തിൽ തടഞ്ഞു നിർത്തി. അല്ലെങ്കിൽ ഒരിക്കലും ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാനായിട്ട് പോലുമുള്ള അവസരം എനിക്ക് ലഭിക്കുകയില്ലായിരുന്നു. അതുപോലെ വലിയൊരു കാറിനും ആണെങ്കിൽ പോലും നിസ്സാരമായ പരിക്കുകൾ മാത്രമേ സംഭവിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വലിയൊരു അപകടത്തിൽ നിന്നും അമ്മ മാതാവ് രക്ഷിച്ചു. എൻ്റെ അടുത്തതായുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. അതാണ്, ഞാൻ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിച്ച് അതിൻ്റെ ഫലമായിട്ട് ഒരു എക്സാം എഴുതണം, CPC സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. ആ എക്സാം എഴുതണമെങ്കിൽ USA നടത്തുന്ന ഒരു എക്സാമാണ്. അത് വളരെയധികം ചിലവേറിയ ഒരു എക്സാമാണ്. 78,000-ത്തിലധികം രൂപ ചിലവഴിക്കുന്ന ആ ഒരു എക്സാമിന് ആകെ 2 ചാൻസ് മാത്രമേ ഉള്ളൂ. ഏകദേശം 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 70% മാർക്ക് ലഭിച്ചാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അതിൽ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഏകദേശം 24 മോക്ക് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒരു മോക്ക് എക്സാമിൽ പോലും ഞാൻ ഇന്ന് വരെയും പാസ്സായിട്ടില്ല. അത്രയധികം ടഫായിരുന്നു എന്നെ സംബന്ധിച്ച ആ എക്സാം. ആദ്യമായിട്ട് ഞാൻ 1ാമത്തെ ഘട്ടം എക്സാം എഴുതാനായിട്ട് ഒക്ടോബർ 8-ാം തീയതി ഡേറ്റ് എടുത്ത് ഇവിടെ വന്ന അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയത്തും എനിക്ക് അത്ര ഒരു വിശ്വാസമോ പാസ്സാകുമോ ഇല്ലയോ ഉള്ള വലിയൊരു ആശങ്കയായിരുന്നു. എന്നാൽ ഞാൻ ഉടമ്പടി അപ്പോഴും പുതുക്കിയിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി എക്സാം എഴുതി. പക്ഷേ ഞാൻ ആ എക്സാമിൽ ഫെയിൽ ആവുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ആ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വളരെയധികം ആശങ്കയായിരുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായ ഒരു എക്സാമാണ്, എനിക്ക് മറ്റൊരു മാർഗ്ഗവുമില്ല. ഈ എക്സാം പാസ്സായാൽ മാത്രമേ എനിക്ക് നല്ലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുവാനാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുകയുള്ളൂ എന്നും എനിക്ക് അറിയാമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വീണ്ടും ഈ ഡിസംബർ 1-ാം തീയതി കൃപാസനത്തിൽ വന്ന് എൻ്റെ 5ാം തവണ ഉടമ്പടി പുതുക്കുകയാണ് ഞാൻ ചെയ്തത്. 5ാമത്തെ ആ തവണ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി പുതുക്കിയതിന് ശേഷവും എൻ്റെ മനസ്സിൽ വളരെയധികം വിഷമങ്ങളായിരുന്നു. കാരണം ഈ എക്സാം പാസ്സായില്ലെങ്കിൽ എൻ്റെ ആ ക്യാഷാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുപോലെ ഈ ഡിസംബർ കൊണ്ട് അവരുടെ ആ എക്സാമിൻ്റെ സിലബസുകളെല്ലാം മാറി അടുത്ത എക്സാം ജനുവരിയിലേ ഉള്ളൂ. വീണ്ടും അതിന് നമ്മൾ ആദ്യം മുതൽ വീണ്ടും ഇത്രയും എമൗണ്ട് അടയ്ക്കണം.
അതുപോലെ ഇത്രയും ക്യാഷ് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്താണ് അടച്ചത്. അപ്പം വീണ്ടും ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. വീണ്ടും ഇത് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എഴുതുക, എൻ്റെ ചാൻസുകളെല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരിക്കലും ഞാൻ പാസ്സാവില്ല എന്ന് തന്നെ. കാരണം ഇതുപോലെ ഒരു മോക്ക് എക്സാം പാസ്സാകാത്ത ഒരു വ്യക്തി ഒരിക്കലും ഫൈനൽ എക്സാം പാസ്സാവില്ല. അതും അമേരിക്കൻ അസോസിയേഷൻ്റെ ഒരു എക്സാമാണ്. അപ്പോൾ അതുപോലെ ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഡിസംബർ 5 രണ്ടാമത്തെ ഡേറ്റും അതുപോലെ എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റിനും ഞാൻ ഡേറ്റ് എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രം ഇവിടുന്ന് മേടിച്ച് അതിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി ആ പത്രങ്ങളൊക്കെ കൊടുക്കുകയും എല്ലാവരോടും അമ്മമാരോടും പ്രായമുള്ള ആൾക്കാർക്കെല്ലാം കൊടുത്ത് ഞാൻ പ്രത്യേകം എനിക്കായിട്ട് പ്രാർത്ഥന അപേക്ഷയൊക്കെ പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് എക്സാം എഴുതാൻ പോയി. ആ സമയത്തും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ട്രെയിനിലിരിക്കുന്ന സമയത്തും എല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ മുടങ്ങാതെ കേൾക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഓരോ നിമിഷവും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മ മാതാവേ എനിക്ക് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട്, അല്ലെ എൻ്റെ റിസൾട്ട് ആദ്യം എൻ്റെ വീട്ടുകാരോ അല്ലെ എൻ്റെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ആരും അറിയില്ല, എനിക്ക് എൻ്റെ റിസൾട്ട് നീ എന്നെ പാസ്സാക്കി തരുവാണെങ്കിൽ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്ന് അമ്മ മാതാവിനോടായിരിക്കും ആദ്യം പറയുന്നത് എന്ന് ഞാൻ അന്ന് ഉറച്ചെടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5 എക്സാം എഴുതി. അതിനു മുമ്പ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് പലതവണ എഴുതിയിട്ട് എല്ലാവരും ഫെയിലാകുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റ് മുന്നോട്ട് നീട്ടി വെക്കുകയാണ്. ഒരിക്കലും ഞാൻ കുറച്ചും കൂടെ പഠിച്ചിട്ട് എഴുതിയാൽ മതി, അല്ലാതെ ഒരിക്കലും ഞാൻ പാസ്സാകില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. അതിൻ്റെ ഫലമായിട്ട് എന്താണേലും ഡേറ്റ് എടുക്കാം, എന്തേലും ആകട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ അപ്പോഴും ഞാൻ മാതാവിനെ എൻ്റെ മനസ്സിൽ എന്നും ഞാൻ ഓർത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു ഉടമ്പടി 5ാമത്തെ ഉടമ്പടിയോടുകൂടിയാണ് എൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5 ഡേറ്റ് എടുത്ത് എക്സാം എഴുതിയിട്ടും ആ സമയത്തും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാരണം 1ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് 70% മാർക്ക് ലഭിച്ചില്ല. അത് ഒരുവിധം എളുപ്പമായിരുന്ന എക്സാം ആയിട്ട് പോലും എനിക്കത് മാർക്ക് ലഭിച്ചില്ല. അപ്പോൾ ഈ 2ാമത്തേന്ന് പറഞ്ഞാൽ വളരെയധികം കഠിനമായിരുന്നു. ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് പറയുകയാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ പാസ്സാകില്ല എന്ന് ഞാൻ 100% ഉറപ്പോടെയാണ് പറയുന്നത്. അതുപോലെ ഞാൻ പാസ്സാകില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ എക്സാം എഴുതി കഴിഞ്ഞിട്ടും ആ 100 ക്വസ്റ്റ്യനിലൂടെയും എല്ലാവരും 4 മണിക്കൂറിന് ഒരു 15 മിനിറ്റോളം ലാസ്റ്റ് റീചെക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും. ആ സമയത്തും എല്ലാവരും റീചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ മൗസ് എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടത്തി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ വിശുദ്ധ കാശുരൂപത്തിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കാശുരൂപത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഇത് ശരിയാണോ എനിക്കറിയില്ല. അത്രയേറെ ഞാൻ വേദനയോടെ ആ ഒരു എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ഇന്നലെ എക്സാം എഴുതി, ഇന്ന് രാവിലെ 3:30ക്കാണ് റിസൾട്ട് വരുന്നത്. ആ സമയത്തും 5:30 പോലും ഇന്നലെ വന്ന ക്ഷീണത്തിലും വളരെ എക്സാമിൻ്റെ ടെൻഷനിലുമെല്ലാം ഞാൻ ഉറങ്ങിപ്പോയി. ഏകദേശം 6 മണിയായപ്പോൾ എണീറ്റപ്പോഴാണ് അയ്യോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ എന്ന് വെഞ്ചരിച്ച രൂപത്തിന് മുൻപിൽ തിരികൾ കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞാൻ ഫോൺ തുറന്നില്ല. അപ്പോൾ ഏകദേശം മെയിൽ വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് തുറന്നു നോക്കിയില്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരിക്കലും ഞാൻ പാസ്സാവില്ല എന്ന് തന്നെയുള്ള ഒരു ഉറപ്പായിരുന്നു എനിക്ക്. കാരണം എന്തേലും ഒരു കാരണവശാൽ അമ്മ മാതാവ് തന്ന റിസൾട്ട്, അമ്മ മാതാവ് പാസ്സാക്കാതല്ലാതെ ഒരിക്കലും ഞാൻ പാസ്സാകില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ആ തിരി ഊതാതെ തന്നെ ഞാൻ ആ കാശുരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ ഫോൺ തുറന്ന് നോക്കിയിട്ട് ഞാൻ ഫെയിലാകുമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഫോൺ ഓപ്പൺ ചെയ്തത്. പക്ഷേ അതിൽ ഞാൻ നോക്കിയപ്പം പാസ്സെന്ന് കിടക്കുന്നു. എൻ്റെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഇത് ഞാൻ തന്നെ, എൻ്റെ റിസൾട്ടാണോ, ഞാൻ വീണ്ടും ഇങ്ങനെ എൻ്റെ കണ്ണുകളുടെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും നോക്കിയപ്പം ഞാൻ പാസ്സായി. എനിക്ക് 70 മാർക്കാണ് പാസ്സാകാനായിട്ട് വേണ്ടത്. എനിക്ക് കൃത്യം 70 മാർക്കുണ്ട്.
അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അല്ലാതെ ഒരിക്കലും അത് കിട്ടത്തില്ല. ഒരിക്കലും ഞാൻ 70 മാർക്കിനുള്ള എഴുതിയിട്ടില്ല. അമ്മ മാതാവാണ് എനിക്ക് ആ മാർക്ക് തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അൾത്താരെ വന്നിട്ട് ആരോടും, എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞിട്ടില്ല, എന്തിനാ ജയിച്ച കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം അമ്മ മാതാവാണ്, അമ്മ തന്ന അനുഗ്രഹമാണ്. അതിന് അമ്മയോട് മാത്രമാണ് ആദ്യം നന്ദി പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയായിരുന്നു. അതിനായിട്ട് ഒത്തിരിയേറെ നന്ദി. അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഇനിയുള്ള ആത്മീയ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിൽ എല്ലാ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഉടമ്പടി ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ വ്യർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ശമ്പളമോ വരുമാനമോ ഇല്ലെങ്കിൽ പോലും എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ പലരെയും സഹായിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ദേവാലയത്തിലെയും ചുറ്റുപാടുള്ള ആളുകളുടെയൊക്കെ എന്ത് സഹായം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഞാൻ ഓടി ചെല്ലാറുണ്ട്. എല്ലാവരെയും, രോഗികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം അവർക്ക് ലേപനം ചെയ്ത് കൊടുക്കുകയും, കുറേ ആളുകൾക്ക് പറഞ്ഞു ഇവിടെ വരാനായിട്ട് സാധിക്കാത്ത ഒത്തിരിയേറെ പ്രായമായ വ്യക്തികളുണ്ട്, അവരൊക്കെ പറഞ്ഞു വിശുദ്ധ കാശുരൂപം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം കൊടുത്ത് കൂടുതൽ ആളുകളെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ വിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ കൂടുതൽ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും ആശിസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഇവയൊക്കെയാണ്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം മാറ്റം വന്നു. ഈ ഉടമ്പടി ജീവിതം, ഇനിയും എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടിയിൽ എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പോകും. എല്ലാം ഈ ഉടമ്പടി പ്രകാരം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുകയും എല്ലാ ദിവസങ്ങളിലും അമ്മ മാതാവിൻ്റെ ആ ഒരു മുഖം ദർശിക്കാതെ എൻ്റെ ഒരു ദിവസം പോലും കടന്നു പോവുകയുമില്ല. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അനൂപ് സ്കറിയ എന്ന ഈ മകൻ്റെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. മകൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്കുള്ള സാവധാനത്തിലുള്ള വളർച്ച, 5ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ പൂർണ്ണമായും തന്നെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് താൻ മെഡിക്കൽ കോഡിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആദ്യത്തെ അവസരം പരാജയപ്പെട്ടു പോയി. ഒരവസരം മാത്രം ശേഷിക്കുന്നു. പിന്നീട് സിലബസ് മാറാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇനി എഴുതുന്ന പരീക്ഷ ജയിച്ചാൽ തനിക്ക് മുൻപോട്ട് ഒരു മേൽഗതിയുണ്ട്, തോറ്റാൽ മറ്റെന്തെങ്കിലും കണ്ടെത്തി ജീവിതം വീണ്ടും ദുരിതപൂർണമായി പുറകോട്ടടിക്കേണ്ട സാഹചര്യമുണ്ടാവും. അത്ര വലിയ ഒരു ക്രൈസിസിലാണ് മകൻ. തൻ്റെ യുക്തി, തൻ്റെ ബുദ്ധി, തൻ്റെ കഴിവുകൾ അതിനൊക്കെ ഉപരിയായി ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായി ഉടമ്പടി ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കുന്നത്. മകൻ്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാനാകുമോ ഉടമ്പടിയുടെ നിബന്ധനകൾ ഓരോന്നും അതിൻ്റെ സൂക്ഷ്മതയിൽ സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്നതിന് മകൻ എപ്പോഴും താല്പര്യവും തീഷ്ണതയുമുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ട്. മകൻ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ട്, ഉടമ്പടിയില്ലാത്ത ജീവിതം വ്യർത്ഥമാണെന്ന്. അതൊരു നല്ല നിരീക്ഷണമാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ഈ ദ്വാരമുള്ള കുടത്തിൽ വെള്ളമൊഴിച്ച പ്രതീതിയിൽ ജീവിക്കുന്നവരാണ്. ഒന്നും ഉള്ളിൽ തങ്ങി നിൽക്കുന്നില്ല. എന്തൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഫലങ്ങൾ നൽകുവാനാവാത്ത വിധം നമ്മൾ ദരിദ്രരും കഴിവ് കുറഞ്ഞവരും നമ്മൾ ആത്മീയ ജീവിതത്തിന് മന്ദത ബാധിച്ചവരുമായി മാറുന്നുണ്ട്. ഉടമ്പടി ജീവിതം നമ്മുടെ ആത്മീയ കഴിവുകളെ വർദ്ധിപ്പിക്കുകയാണ്. ഉടമ്പടി ജീവിതം ദൈവത്തിന് ശരണപ്പെടുവാനുള്ള നമ്മുടെ സിദ്ധിയെയും നമ്മുടെ താല്പര്യങ്ങളെയും വർദ്ധിപ്പിക്കുകയാണ്. ഉടമ്പടി ജീവിതം ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കുകയാണ്. എൻ്റെ കഴിവിനപ്പുറം, എൻ്റെ അറിവിനപ്പുറം, എൻ്റെ ഓർമ്മയ്ക്കപ്പുറം, എൻ്റെ ബുദ്ധിക്കപ്പുറം എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് തക്ക സമയത്ത് നൽകിക്കൊണ്ട് എന്നെ നയിക്കുവാൻ സാധിക്കുമെന്ന വലിയ ബോധ്യത്തിലേക്കാണ്
ശരിക്കും ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തി ആത്മീയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ സാക്ഷ്യമാണ് മകൻ പറയുന്നത്. ഒരു രണ്ടാമത്തെ ചാൻസിൽ, അവസാനത്തെ ചാൻസിൽ, ഏറ്റവും ശ്രമകരമായ പരീക്ഷയ്ക്ക് വേണ്ടി മകൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന വാക്ക്, ഒന്ന്, ഇത് അമ്മ മാതാവിനോട് ആദ്യമേ ഞാൻ പറയൂ. 2, അമ്മയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ ഞാൻ ജയിക്കൂ, എൻ്റെ കഴിവുകളൊന്നുമില്ല. അവൻ പറയുന്നുണ്ട്, ഞാൻ പാലിയേറ്റീവ് കെയറിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തിട്ടാണ് ഈ പരീക്ഷ എഴുതുവാനായിട്ട് പോയത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കൃപാസന പത്രവും അത് ദൈവസ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുവാൻ പോയത്. ചെന്നിട്ടോ ഞാൻ ഓരോ ചോദ്യത്തിന് മുമ്പും, ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മുമ്പും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ ആ കാശുരൂപത്തിൽ സ്പർശിച്ചുകൊണ്ട്, എൻ്റെ അറിവിലും ബുദ്ധിയിലുമുള്ളതല്ല, ഉത്തരം പോലും എനിക്കറിയില്ല, അമ്മ കൂടെ വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചോദ്യത്തിനും ആൻസർ ചെയ്തത് അവൻ സൂചിപ്പിക്കുന്നുണ്ട്. അവസാനം എല്ലാവരും തിടുക്കത്തിൽ വായിച്ചു നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരിക്കൽ കൂടി എൻ്റെ മൗസ് ഉപയോഗിച്ച് 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളിലൂടെ ഞാനിങ്ങനെ മൗസ് കൊണ്ടുപോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ദൈവശക്തിയാൽ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഓരോന്നും എനിക്ക് ശരിയാകും വിധം അമ്മ മാതാവും ഈശോയും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. അതായത് തൻ്റെ കഴിവിലൊട്ടും ആശ്രയിച്ചിട്ടില്ല, തൻ്റെ സിദ്ധികളിലൊട്ടും അവൻ ആശ്രയിച്ചിട്ടില്ല, മറിച്ച് ദൈവശക്തിയാൽ, ദൈവകൃപയാൽ, എൻ്റെ കഴിവിന് അസാധ്യമായത് ദൈവസ്നേഹത്താൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുന്നതിന് എന്നെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് മകൻ പറയുന്നത്, ഞാൻ ബലഹീനനാണ്, എനിക്കത് നേടിയെടുക്കുക പ്രയാസമാണ്, ഇനി പരാജയപ്പെട്ടാൽ ഏറെ സാമ്പത്തിക നഷ്ടമുണ്ടാവും, സമയനഷ്ടമുണ്ടാവും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, എല്ലാത്തിനെയും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും നല്ല വിജയം നൽകി തക്ക സമയത്ത് എന്നെ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് വീടറിയാതെ, കൂട്ടുകാരറിയാതെ, പഠിപ്പിച്ചവരാരും അറിയാതെ അമ്മയുടെ അരികിൽ ആദ്യമായത് പറയുവാൻ സന്തോഷത്തോടെ ഞാൻ രാവിലെ ഇങ്ങോട്ട് പോന്നുവന്ന പ്രിയമുള്ളവരെ, അത് അമ്മ മാതാവിൻ്റെ അരികിൽ മകന് കൊടുത്ത വാക്കിൻ്റെ വിലയാണ്. അമ്മ മാതാവിൽ ശരണപ്പെട്ടാൽ ജീവിതത്തിൻ്റെ ഏതൊരു സങ്കടത്തിൽ നിന്നും തിരികെ കരകയറാൻ പറ്റുമെന്ന അവൻ്റെ ബോധ്യമാണ്. അവനതിന് ഒരു മുന്നനുഭവം കൊടുത്തിരുന്നു. ഒരു ഡ്രൈവിംഗ് യാത്രയ്ക്കിടയിൽ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടി വാഹനം കൈനിയന്ത്രണം വിട്ടു പോകുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പോലും അറിയാതെ, ഒരുപക്ഷെ ഇവിടെ നിൽക്കാൻ പോലും എനിക്ക് കഴിവില്ലാത്ത വിധം, തളർന്നു പോകും വിധം അപകടത്തിൽ പരിക്കേറ്റ് കിടക്കേണ്ട ഞാൻ, അമ്മ മാതാവ് സുരക്ഷിതമായി ഒരു ചെറിയ മരത്തിൽ കൊണ്ടുവന്ന് വാഹനം മുട്ടിച്ച് എല്ലാ അപകടത്തിൽ നിന്നും സംരക്ഷിച്ചുവെന്ന. അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമുക്കെന്നും സംരക്ഷണത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം നമുക്ക് കഴിവിനപ്പുറം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി നമ്മുടെ മേൽഗതിയിലേക്ക് നയിക്കുന്ന ജീവിതമാണ്. ഉടമ്പടി ജീവിതം നമ്മൾ നിസ്സാരരാണെങ്കിലും നമ്മളെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ജീവിതമാണ്. ആ പ്രത്യാശയോടുകൂടി അമ്മയുടെ അരികിൽ നമ്മൾ ശരണപ്പെടുക. സർവ്വവും നന്മയ്ക്കായി അമ്മ മാതാവ് ഈശോയിലൂടെ നമുക്ക് പരിണമിപ്പിച്ച് അനുഗ്രഹിച്ചു തരും. ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.